കോഴിക്കോട് കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ നിർമ്മിക്കുന്ന ഫുഡ് സ്ട്രീറ്റിന്റെ തട്ടുകട മാതൃക തയ്യാറായി. കടൽക്കാറ്റേറ്റ് തുരുമ്പെടുക്കാത്ത ഒരേ മാതൃകയിലുള്ള ആധുനിക സജ്ജീകരണങ്ങളോട് കൂടിയ തട്ടുകടകളാണ് ബീച്ചിലേക്ക് എത്തുക. നവംബർ 1 മുതൽ പദ്ധതി യാഥാർത്ഥ്യമാക്കാനാണ് കോർപ്പറേഷന്റെ ലക്ഷ്യം. കോഴിക്കോട് ബീച്ച് സൗന്ദര്യവൽക്കരണത്തിലാണ്. അതിന്റെ ആദ്യപടിയെന്നോണം മാറ്റം വരാൻ പോകുന്നത് ബീച്ചിലെ തട്ടുകടകൾക്കാണ്. ആധുനിക രീതിയിൽ സജ്ജീകരിച്ച തട്ടുകടകളായിരിക്കും ഇനി ബീച്ചിനെ സുന്ദരിയാക്കുക. .6 അടി ചതുരശ്ര വിസ്തീർണമുള്ള 90 തട്ടുകടകളാണ് കോഴിക്കോട് ബീച്ചിലേക്ക് എത്തുക. കോഴിക്കോട് കോർപ്പറേഷന് വേണ്ടി മെറ്റൽ ഇൻഡസ്ട്രീസ് ആണ് 2 ലക്ഷത്തിനടുത്ത് ചെലവ് വരുന്ന ആധുനിക രൂപത്തിലുള്ള തട്ടുകടകൾ നിർമ്മിച്ചിരിക്കുന്നത്. പദ്ധതി യാഥാർത്ഥ്യമായാൽ ഒരേ മാതൃകയിലുള്ള എല്ലാ സൗകര്യങ്ങളും ഉൾക്കൊള്ളുന്ന തട്ടുകടകൾ കോഴിക്കോട് കടപ്പുറത്തിന്റെ സൗന്ദര്യത്തിന്റെ പ്രധാന ഭാഗമാവും. ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി അതിനകത്ത് യൂണിഫോമിറ്റിയുള്ള രീതിയിലുള്ള കാർട്ട് തയ്യാറാക്കി 90 കച്ചവടക്കാരെയാണ് അവിടെ നമ്മളിപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ വരുമ്പോൾ അവർക്ക് വിവിധങ്ങളായ കച്ചവടങ്ങൾ ചെയ്യാം. അതിൽ ഏറ്റവും കൂടുതൽ ഭക്ഷണ സംവിധാനങ്ങളാണ്. അപ്പോൾ ആ സ്ട്രീറ്റിൽ വന്നാൽ അത് മനോഹരമായി അറേഞ്ച് ചെയ്യുന്ന ഒരു സംഗതിയാണ്. മാത്രമല്ല കുടിവെള്ളം വിതരണം കോർപ്പറേഷൻ ചെയ്യുന്നുണ്ട്, വെളിച്ചം അതിനാവശ്യമായ സംവിധാനം ചെയ്യുന്നുണ്ട്, വേസ്റ്റ് വാട്ടർ ഡിസ്പോസലിന് ആവശ്യമായ സംവിധാനം ചെയ്യുന്നുണ്ട്. ബീച്ചിൽ പ്രത്യേകം സജ്ജീകരിച്ച ഇടങ്ങളിലായിരിക്കും തട്ടുകടകൾ പ്രവർത്തിക്കുക. കടൽക്കാറ്റേറ്റ് തുരുമ്പ് പിടിക്കാതിരിക്കാൻ ഗുണമേന്മയുള്ള സ്റ്റീൽ ഉപയോഗിച്ചാണ് തട്ടുകടകളുടെ നിർമ്മാണം. ആദ്യഘട്ടത്തിൽ 90 വഴിയോര കച്ചവടക്കാർക്കാണ് കോർപ്പറേഷന്റെ തട്ടുകടകൾ ലഭ്യമാക്കുക. തട്ടുകടകൾ വാങ്ങുന്നതിനായി കേരള ബാങ്കിന്റെ സഹകരണത്തോടെ വായ്പാ സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഭക്ഷ്യസുരക്ഷാ വകുപ്പും ദേശീയ ഉപജീവന ദൗത്യവും പദ്ധതിയുടെ ഭാഗമാകുന്നുണ്ട്. നവംബർ 1 പദ്ധതി യാഥാർത്ഥ്യമാക്കാനാണ് കോർപ്പറേഷൻ ലക്ഷ്യം വെക്കുന്നത്. ഇതിന്റെ നടപടികളും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്യാമറ പേഴ്സൺ നിബിൻ രാജിനോടൊപ്പം റമീസ് മുഹമ്മദ്, കൈരളി ന്യൂസ്, കോഴിക്കോട്.